നമ്മളിങ്ങനെ പറയും, ഇപ്പോൾ ട്രൂപ്പിൽ നിങ്ങൾ ഗാനമേളയ്ക്ക് പോകുമ്പോൾ കമ്മിറ്റിക്കാർ തീരുമാനിച്ച പാട്ടുകളാണോ പാടുന്നത്, ജനങ്ങൾ ആഗ്രഹിക്കുന്ന പാട്ടുകളാണോ പാടുന്നതെന്ന് ചോദിക്കുന്ന പോലെയാണ്. നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി പാടിയേ പറ്റുള്ളൂ. കമ്മിറ്റിയിൽ 5 പേര് നിന്നിട്ട് നിങ്ങൾക്കൊരു ലിസ്റ്റ് തന്നിട്ട് ഈ പാട്ടങ്ങ് പാടിയോ ഗാനമേളയ്ക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത ഗാനമേള നമുക്ക് കിട്ടൂല്ലോ, നമ്മൾ ഒളിഞ്ഞു അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണ്, ജനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടേ തീരുമാനിക്കുകയുള്ളൂ. നമ്മൾ അഭിപ്രായം പറയേണ്ടതായിട്ടുള്ളൊരു കാര്യങ്ങൾ വരുമ്പോൾ നമ്മളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ആ കാര്യം ചെയ്തിരിക്കുന്നത്. അവനെ എഗെയിൻസ്റ്റായിട്ട് തന്നെ പറയണം. രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ അതിന് എത്രത്തോളം അയാളെ തള്ളി പറയാനായിട്ടുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മളെ സുഹൃത്താണോ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണോ എന്നുള്ളതിനൊക്കെ അപ്പുറം നമ്മൾ പരമാവധി ശരിയുടെ ഭാഗത്ത് നിൽക്കുക എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതിപ്പം സുഹൃത്താണ് എന്ന് കരുതിയ ഒരു സാധനം ന്യായമാകുന്നില്ല, അതില്ല. അപ്പം നമുക്ക് അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ രാഷ്ട്രീയവും സൗഹൃദവും ഒന്നും അല്ല, നമുക്ക് എവിടെയോ ഒരു ശരിയുണ്ട് ഇതിനകത്ത്. പരമാവധി ശരിയുടെ ഭാഗത്ത് നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതിനകത്ത് പിന്നെ നമ്മൾ ചില കാര്യങ്ങളിൽ അങ്ങനെ സൗഹൃദം പറഞ്ഞുകൊണ്ട് വിശേഷങ്ങളില്ല, അത് ചെയ്യാൻ പാടില്ലല്ലോ. അത് നിങ്ങളിപ്പം കോടതിയുണ്ട്, പോലീസുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, അതിലൊക്കെ പോകുന്ന സാഹചര്യത്തിൽ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ശരിയുടെ ഭാഗത്ത് നിൽക്കാനേ പറ്റുള്ളൂ.